ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ കാർ എങ്ങനെ വാഷ് ചെയ്ത് വാക്സ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിയർ ഡെഫിനിഷൻ്റെ ഗ്ലോസ് വാഷ് വാട്ടർലെസ് എന്ന സൊല്യൂഷനാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വണ്ടിയിലുള്ള പൊടിയൊക്കെ ഈ സോഫ്റ്റ് ബ്രഷ് വെച്ചൊന്ന് തുടച്ച് കളയാം. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് ഈ സൊല്യൂഷൻ ഒഴിച്ച് തുടച്ചെടുക്കാമെന്നാണ് കമ്പനി പറയുന്നത്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. എങ്ങാനും വല്ല മണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വരയ്ക്കുമ്പം അത് പെയിൻറ്റിൽ പോറിലൊന്നും വീഴുണ്ടല്ലോ. ഈ സൊല്യൂഷനും ഈ 2 മൈക്രോ ഫൈബർ ക്ലോത്ത്സും മാത്രം മതി നമുക്ക് പരിപാടി ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ ഈ സൊല്യൂഷൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യാം. ഇനി ഈ നീല മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് നമുക്ക് തുടച്ചെടുക്കാം. അത് ഒരു സൈഡിലോട്ട് തുടയ്ക്കണം എന്നാണ് അവർ പറയാറ്. ഞാനത് എപ്പോഴും ഒന്നും ഓർക്കാറില്ല. ഇത് ഗ്ലാസ്സിലും അതുപോലെ തന്നെ ആ മെറ്റൽ ഫിനിഷിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിലൊന്നും വീണാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇത് ഒരു വെള്ളപ്പാണ്ട് വരുമോ അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം സേഫാണ്. ഇതിൻ്റെ മോൾ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത്രയും ചെളിയാണ് നമുക്ക് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തിൽ കിട്ടിയത്. ഇത് നമുക്ക് ടയർ ഒന്ന് തുടച്ചെടുക്കാം. അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട്, അലോവീലിൻ്റെ അവിടെയൊക്കെ തുടയ്ക്കാനായിട്ട്. ഞാനത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാവേ. ഇനി നമുക്ക് ഈ തുണി വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ഫൈബർ ക്ലോത്ത്സ് ആണ്. ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എനിക്ക് ഈ സൊല്യൂഷൻ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ശരിക്കും ഇവർ സർക്കുലർ മോഷനിൽ നല്ല ഫാസ്റ്റായിട്ട് തുടയ്ക്കണം എന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി ഈ സൊല്യൂഷനകത്ത് വാക്സ് ഉണ്ട്. ഈ വാക്സ് ശരിക്കും ഒരു ഈക്വലായിട്ട് സ്പ്രെഡായി നല്ല ഷൈൻ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെയാണ് തുടയ്ക്കാറ്, എന്നാൽ പോലും അത്യാവശ്യം ഗ്ലോ വരാറുണ്ട്. എല്ലാം കഴിഞ്ഞ് രണ്ടാമത് തുടച്ചെടുത്ത മൈക്രോ ഫൈബർ ക്ലോത്ത്സിൻ്റെ അവസ്ഥയാണിത്. ഒത്തിരി ചെളിയൊന്നുമില്ല, അവിടെയൊക്കെ ഒരു ഇച്ചിരി ഉണ്ട്, കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഈ ടയറിനും അതുപോലെ തന്നെ ഗ്ലാസ്സിനും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് പരിചയപ്പെടാം. ഇതാണ് ഗുഡിയറിൻ്റെ ടയർ ഷൈൻ. ഇത് നല്ല തേച്ച് ഒന്ന് ഇതാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ ടയറിന്. ഇതുപോലെ ഈ ഗ്ലാസ് മിററൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ്. ഇതതുപോലെ തന്നെ അലോയ് വീൽ ക്ലീനർ. ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടയറിൻ്റെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ടയറിൽ ഇനി നമുക്കൊരു ഇച്ചിരി ടയർ ഫിനിഷ് ചേർത്തൊന്ന് തുടച്ചെടുക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി കഴുകിയെടുത്തു. നമുക്കൊരു ക്ലോസ് ആയിട്ട് അതിൻ്റെ ലുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഗ്ലോസിയാണ്. അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.